we are going to continue our story, A Shocking Accident. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റായ ജെറോമിൻ്റെ ഫാദർ മരിച്ചതായിട്ട് ഹൗസ് മാസ്റ്റർ ജെറോമയെ അറിയിക്കുകയാണ്. പക്ഷെ ജെറോമിന് ആ ഒരു അറിയിപ്പ് കേട്ടിട്ട് അതൊരു ആക്സിഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ കേട്ടിട്ട് പോലും അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് കേട്ടിട്ട് പോലും അത് വലിയൊരു റെസ്പോൺസൊന്നും ജെറോമിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ജെറോമ് കരുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ ജെറോമിൻ്റെ അച്ഛൻ എന്തായാലും മരണപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ തന്നെ അതൊരു ഹീറോയിക്കായിട്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ജെറോമ് കരുതുന്നത്. കാരണം ജെറോമിൻ്റെ ഫാദർ ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പം എന്തായാലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഹീറോയിക് ഡെത്ത് ആയിരിക്കും എന്നാണ് ജെറോമ് അങ്ങനെയാണ് മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. Mr. Wordsworth played with a ruler on his desk. He seemed at a loss how to continue. He said, "You know, your father was in Naples." "Yes, sir. Your aunt heard from the hospital today." "Oh," Mr. Wordsworth said with desperation. "It was a street accident." "Yes, sir." It seemed quite likely to Jerome that they would call it a street accident. The police, of course, fired first. His father would not take human life except as a last resort. "I'm afraid your father was very seriously hurt indeed." "Oh, in fact, Jerome, he died yesterday, quite without pain." "Did they shoot him through the heart?" "I beg your pardon. What did you say, Jerome? Did they shoot him through the heart?" "Nobody shot him, Jerome." അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മിസ്റ്റർ വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞ ഹൗസ് മാസ്റ്റർ ജെറോമിന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. നിൻ്റെ ഫാദർ എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് കണ്ടിന്യൂ ചെയ്യുക എന്ന് അറിയുന്നില്ല. എന്ന് വെച്ചാൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, നിനക്കറിയാലോ നിൻ്റെ അച്ഛൻ നേപ്പിൾസിലായിരുന്നു എന്ന് അറിയാലോ എന്ന് പറയാണ്. യെസ് സർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ആൻറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വിവരം അറിഞ്ഞതാണ്. അപ്പോഴൊക്കെ അങ്ങനെയുള്ള രീതിയിലുള്ള റെസ്പോൺസേ അല്ലെങ്കിൽ ജെറോമിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പം വേർഡ്സ്വർത്തിന് എന്താണ് നിരാശയോട് കൂടി അല്ലെങ്കിൽ ഡെസ്പറേറ്റ് ആയിട്ട് തന്നെ പറയുകയാണ് അതൊരു സ്ട്രീറ്റ് ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ജെറോമ് പറയുന്നത് എന്താണ്? യെസ് എന്ന് മാത്രമാണ്. അപ്പോൾ ജെറോമിനെ അറിയാം, അല്ലെങ്കിൽ ജെറോമ് എന്താണ് കരുതുന്നത്, മറ്റുള്ളവരെന്താണ് ഇങ്ങനെ ഒരു ഹീറോയിക് ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ട്രീറ്റ് ആക്സിഡൻ്റ് എന്ന് തന്നെയാണ് പറയുക. കാരണം പോലീസ് എന്തായാലും ഫസ്റ്റ് ഫയർ ചെയ്യും. തൻ്റെ അച്ഛൻ എന്തായാലും ഹ്യൂമൻ ലൈഫ് അങ്ങനെ എടുക്കുന്ന ആളല്ല, ലാസ്റ്റ് റിസോർട്ട് മാത്രമേ അദ്ദേഹം അത് പ്രയോഗിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ജെറോമ് മനസ്സിലിങ്ങനെ കരുതുകയാണ്. അപ്പം ജെറോമിൻ്റെ അടുത്ത് നമ്മുടെ വേർഡ്സ്വർത്ത് പറയുകയാണ്, "ഐ ആം അഫ്രൈഡ് യുവർ ഫാദർ വാസ് വെരി സീരിയസ്ലി ഹർട്ട് ഇൻഡീഡ്." ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ, അല്ലെങ്കിൽ എനിക്ക് വളരെ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ്. നിൻ്റെ അച്ഛൻ സീരിയസ് ആയിട്ടാണ് ഹേർട്ടായിട്ടുള്ളത്. അപ്പോഴും ജെറോം എന്താ പറയുന്നത്? ഓ. അപ്പോൾ ഈ രീതിയിലുള്ള റെസ്പോൺസ് മാത്രമാണ് ജെറോമെന്ന് പറയുന്നത്. യെസ്, ഓ, ഈ ഒരു റെസ്പോൺസ് മാത്രം. ഓ എന്ന് പറയുമ്പോൾ വേർഡ്സ്വർത്ത് വീണ്ടും പറയാണ്, "ഇൻ ഫാക്ട് ജെറോം, ഹി ഡൈഡ് യെസ്റ്റർഡേ ക്വൈറ്റ് വിതൗട്ട് പെയിൻ." ഇന്നലെയാണ് ജെറോം നിൻ്റെ അച്ഛൻ മരണപ്പെട്ടത്. അച്ഛൻ മരണപ്പെട്ടത് ക്വൈറ്റ് വിതൗട്ട് പെയിൻ, ഒരു പെയിൻ ഇല്ലാതെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. "Did they shoot him through the heart?" അപ്പോൾ ജെറോമ് തിരിച്ച് ചോദിക്കുന്നത് അച്ഛൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോഴും ആ ഒരു നടുക്കമൊന്നല്ല ജെറോമ് പ്രകടിപ്പിക്കുന്നത്. പകരം ജെറോമ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഹാർട്ടിലേക്കാണോ അല്ലെങ്കിൽ ഹൃദയത്തിലേക്കാണോ അവർ വെടിവെച്ചത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം വേർഡ്സ്വർത്ത് ശരിക്കും സർപ്രൈസ് ആവുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, "ഐ ബെഗ് യുവർ പാർഡൺ." എന്താണ് നിങ്ങൾ പറഞ്ഞത്, ഒന്നും കൂടി നീ റിപ്പീറ്റ് ചെയ്തേ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. നീ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ജെറോമിൻ്റെ അടുത്ത്. അപ്പോൾ ജെറോമ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, "ഡിഡ് ദേ ഷൂട്ട് ഹിം ത്രൂ ദ ഹാർട്ട്?" അവർ ഹാർട്ടിലേക്കാണോ ഷൂട്ട് ചെയ്തതെന്ന് വീണ്ടും ചോദിക്കുകയാണ്. "Nobody shot him, Jerome. A pig fell on him. An inexplicable convulsion took place in the nerves of Mr. Wordsworth's face. It really looked for a moment as though he were going to laugh. He closed his eyes, composed his features, and said rapidly, as though it were necessary to expel the story as rapidly as possible, 'Your father was walking along a street in Naples
when a pig fell on him. A shocking accident. Apparently, in the poor quarters of Naples, they keep pigs on their balconies. This one was the fifth floor. It had grown too fat. The balcony broke. The pig fell on your father. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ജെറോമോ കരുതുന്നത് അച്ഛൻ്റെ മരണം വളരെ ഹീറോയിക് ആയിരിക്കുമെന്നാണ്. പക്ഷേ നമ്മുടെ വേർഡ്സ്വർത്ത് അത് ഈ കുട്ടിയുടെ അടുത്ത് പറയുകയാണ്, ജെറോമിൻ്റെ അടുത്ത് പറയുകയാണ് എങ്ങനെയാണ് അച്ഛൻ മരിച്ചത്. ഒരിക്കലും ഹാർട്ടിലേക്ക് ഷൂട്ട് ചെയ്തിട്ടല്ല, ആരും അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് ജെറോം നിൻ്റെ അച്ഛൻ മരിച്ചതെന്ന് വെച്ചാൽ എ പിഗ് ഫെൽ ഓൺ ഹിം, ഒരു പിഗ് എന്താണ് അദ്ദേഹത്തിൻ്റെ മേൽ വീഴുകയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് an inexplicable convulsion took place in the nerves of Mr. Wordsworth's face. മിസ്റ്റർ വേർഡ്സ്വർത്തിൻ്റെ ഫേസിൽ ഒരു ഇൻഎക്സ്പ്ലിക്കബിൾ കൺവൽഷൻ. ഇൻഎക്സ്പ്ലിക്കബിൾ കൺവൽഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വിശദീകരിക്കാനാവാത്ത എന്ന് വെച്ചാൽ നമുക്ക് പറയാനാവാത്ത ഒരു തരത്തിലുള്ള ഒരു കൺവൽഷൻ എന്ന് വെച്ചാൽ ആകെക്കൂടി ഞരമ്പൊക്കെ ആകെക്കൂടി മുറുകിയ മാതിരി അല്ലെങ്കിൽ വലിഞ്ഞു മുറുകുന്ന മാതിരി വിശദീകരിക്കാനാകാത്ത ഒരു ഇൻഎക്സ്പ്ലിക്കബിൾ കൺവൽഷനാണ് അദ്ദേഹത്തിൻ്റെ നെർവ്സിലൂടെ, മിസ്റ്റർ വേർഡ്സ്വർത്തിൻ്റെ ഫേസിലെ നെർവ്സിലൂടെ കടന്നുപോയത്. അപ്പോൾ ഇറ്റ് റിയലി ലുക്ക് ഫോർ മൊമെൻറ്റ് ആസ് ഹി വർ ഗോയിങ് ടു ലോവ്. ആ സമയം എന്താണ്, അദ്ദേഹത്തിന് ചിരി വരുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ചിരിക്കും എന്നുള്ള രീതിയിലാണ് ആ കാര്യം മിസ്റ്റർ വേർഡ്സ്വർത്ത് അവതരിപ്പിക്കുന്നത്. കാരണം ഒരു പിക്ക് മേലെ വീണിട്ടാണ് മരണപ്പെട്ടതെന്നുള്ളൊരു വാർത്തയാണ് ഈ കുട്ടിയെ അറിയിക്കുന്നത്. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ്. അപ്പോൾ ചിരിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായപ്പോൾ തന്നെ എന്താണ്, മിസ്റ്റർ വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ കമ്പോസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റോറി ഈ കുട്ടിയെടുത്ത് ജെറോമിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം റാപ്പിഡായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് തന്നെ പറയുകയാണ്, നിൻ്റെ അച്ഛൻ എന്താണ് നേപ്പിൾസിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നേപ്പിൾസിൻ്റെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു പിഗ് അദ്ദേഹത്തിൻ്റെ മേലേക്ക് വീഴുമായിരുന്നു. ഈ ഷോക്കിംഗ് ആക്സിഡൻറ്റ്, ഒരു ഷോക്കിംഗ് ആക്സിഡൻ്റാണത്. അപ്പം നേപ്പിൾസിലുള്ള പൂവറർ ക്വാർട്ടേഴ്സാണ്, അവരവരുടെ ബാൽക്കണീസിൽ പിഗ്സിനെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ 5th ഫ്ലോറിൽ നിന്നാണ് ഈ ഒരു പിഗ് വീണത്. അച്ഛൻ്റെ താഴത്ത് കൂടി നടന്നു പോകുമ്പോൾ അച്ഛൻ്റെ തലയിലേക്ക് വീണത്. ഈ ഒരു പിഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫാറ്റായിട്ടുള്ള പിഗ്ഗായിരുന്നു. അപ്പോൾ ബാൽക്കണിയൊക്കെ ബ്രോക്കായിട്ടാണ് അത് അച്ഛൻ്റെ തലയിലേക്ക് വീണത് എന്നാണ് കുട്ടിയെ എന്താണ് ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു അച്ഛൻ്റെ മരണ വാർത്ത കുട്ടിയെ ഇങ്ങനെയാണ് അറിയിക്കുന്നത്. Mr. Wordsworth left his desk rapidly and went to the window, turning his back on Jerome. He shook a little with emotion. Jerome said, "What happened to the pig?" എന്താണ് മിസ്റ്റർ വേർഡ്സ്വർത്ത് ഇത് പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ വിൻഡോൻ്റെ അടുത്തേക്ക് പോയി ഈ കുട്ടിയെ ബാക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇയാളുടെ ഈ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഇയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും കുട്ടി കാണരുത് എന്ന് കരുതിയിട്ടായിരിക്കും. അങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ജെറോം എന്താ പറയുന്നത്, ജെറോം എന്താ ചോദിക്കുന്നത്, വാട്ട് ഹാപ്പൻ ടു ദ പിഗ്, എന്താണ് പിഗിന് സംഭവിച്ചത് എന്നാണ് ജെറോം ആ സമയത്ത് ചോദിക്കുന്നത്. ദിസ് വാസ് നോട്ട് കെയർലെസ്നെസ് ഓൺ ദ പാർട്ട് ഓഫ് ജെറോം as it was interpreted by Mr. Wordsworth to his colleagues. He even discussed with them whether perhaps Jerome was yet fitted to be a warden. Jerome was only attempting to visualize the strange scene to get the details right. Nor was Jerome a boy who cried. He was a boy who brooded, and it never occurred to him at his preparatory school that the circumstances of his father's death were comic. They were still part of the mysteries of life. It was later, in his first term at his public school, when he told the story to his best friend, that he began to realize how it affected others. Naturally, after that disclosure, he was not rather unreasonably as big. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ദിസ് വാസ് നോട്ട് കെയർലെസ്നെസ് ഓൺ ദ പാർട്ട് ഓഫ് ജെറോം. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ജെറോമിൻ്റെ ഒരു മൈൻഡ് കെയർലെസ്നെസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ കഠിന ഹൃദയം ആയതുകൊണ്ടൊന്നും അല്ല വന്നത്. പക്ഷേ ഈ വേർഡ്സ്വർത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനോടൊക്കെ ഈ ഒരു കാര്യം, ഈ ഒരു വാർത്ത എന്താണ് വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ബാഡായിട്ടുള്ള ന്യൂസ് ആണെങ്കിലും അതെന്താണ് ഒരുപാട് പേരെടുത്ത് അത് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജെറോമിൻ്റെ ഈ ഒരു റിയാക്ഷനും, ഈ ജെറോമിൻ്റെ ഈ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വാർഡനാക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്ന് വെച്ചാൽ വലിയ നെഗറ്റീവായിട്ടുള്ളൊരു റിയാക്ഷൻസോ അല്ലെങ്കിൽ ഫീലിങ്സോ ഒന്നും പ്രകടിപ്പിക്കാത്തതും ഒക്കെ വാർഡനാക്കി ഫിറ്റ് ചെയ്യാൻ മാത്രം ജെറോം പ്രാപ്തനാന്നുള്ള രീതിയിലൊക്കെ വേർഡ്സ്വർത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കാം.
അപ്പോൾ ജെറോം എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ കരയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ കരയുന്ന ഒരു കുട്ടിയൊന്നും അല്ല. ആ രീതിയിലാണ് അവനെ ബ്രൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്കൂൾ ആണെങ്കിലും ആ ഒരു രീതിയിലാണ് അവന് എന്താണ് ആ രീതിയിലാണ് പോന്നിട്ടുള്ളത്. അവൻ്റെ അച്ഛൻ്റെ മരണവാർത്ത അതൊരു കോമിക്കായി മാറി. അതും എന്താണ് ലൈഫിലൊരു മിസ്റ്ററീസ് അവൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഇറ്റ് വാസ് ലേറ്റർ ഹിൻ ഫസ്റ്റ് ടേം അറ്റ് ഹിസ് പബ്ലിക് സ്കൂൾ. അവൻ്റെ ആ പബ്ലിക് സ്കൂളിലായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ ആ ഒരു ലേറ്ററിലാണ് അവൻ ഈ ഒരു സ്റ്റോറി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നത്. അച്ഛൻ്റെ മരണത്തിനെ കുറിച്ചുള്ള ഈ ഒരു സ്റ്റോറി ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നത്, നേരിട്ട് പറയുന്നത്. ആ സമയത്താണ് അവന് റിയലൈസ് ചെയ്യുന്നത് തൻ്റെ ഈ അച്ഛൻ്റെ ഈ ഒരു മരണ വാർത്ത ഏത് രീതിയിലാണ് മറ്റുള്ളവരെ നോക്കിക്കാണുന്നത് എന്ന് അവൻ ആദ്യമായിട്ട് അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം, അല്ലെങ്കിൽ ഈ ഒരു അച്ഛൻ്റെ മരണത്തിന് ശേഷം, പിഗ് വീണിട്ട് അച്ഛൻ മരിച്ചതിന് ശേഷം നേച്ചറി എന്താണ് ആ ഒരു രീതിയിലാണ് അവന് അറിയപ്പെട്ടതും എന്നാണ് പറയുന്നത്. Next paragraph. Unfortunately, his aunt had no sense of humor. There was an enlarged snapshot of his father on the piano, a large sad man in an unsuitable dark suit posed in capri with an umbrella to guard him against sunstroke, the foreground rocks forming the background. By the age of 16, Jerome was well aware that the portrait looked more like the author of Sunshine and Shade and Ramblers in the Balearics than an agent of the Secret Service. All the same, he loved the memory of his father. He still possessed an album fitted with picture postcards. The stamps had been socked off long ago for his other collection, and it pained him when his aunt embarked with strangers on the story of his father's death. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജെറോമിൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞാൽ, ഈ ആൻറ്റിയാണ് ഹൗസ് മാസ്റ്ററെ വിവരം അറിയിച്ചിരുന്നത്, പിഗ് വീണ് അച്ഛൻ മരിച്ച കാര്യമൊക്കെ അറിയിച്ചിരുന്നത്. അപ്പോൾ ആ ആൻറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഹിസ് ആൻഡ് ഹാഡ് നോ സെൻസ് ഓഫ് ഹ്യൂമർ. അൺഫോർച്ചുനേറ്റ്ലി ആൻറ്റിക്ക് എന്താണ് ഹാഡ് നോ സെൻസ് ഓഫ് ഹ്യൂമർ എന്നാണ് പറയുന്നത്. ഇവരുടെ വീട്ടിൽ എന്താണ് അച്ഛൻ്റെ ഒരു വലിയൊരു സ്നാപ്ഷോട്ട് ഉണ്ടായിരുന്നു, ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു മാന് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് സ്യൂട്ടൊക്കെ ഇട്ടിട്ട്, ഒരു കാപ്രി എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡാണ്, വെസ്റ്റ് കോസ്റ്റിലുള്ള ഒരു ഐലൻഡാണ്, അവിടെ പോസ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അംബ്രല്ലൊക്കെ പിടിച്ചിട്ട് പോസ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട്. സൺസ്ട്രോക്കിൽ നിന്നും ഗാർഡ് ചെയ്തുകൊണ്ട് ആണ് ആ ഒരു അംബ്രല്ല പിടിച്ച് നിൽക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെന്ന് പറയുന്നത് ഫെരാഗ്ലിയോൺ റോക്സ് ആണ്. ഫെരാഗ്ലിയൻ റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റൽ ഓഷ്യൻ റോക്ക് ഫോർമേഷനാണ്. വേവ്സ് കൊണ്ടുണ്ടാവുന്ന ഒരു ഓഷ്യൻ റോക്ക് ഫോർമേഷനാണ്, അല്ലെങ്കിൽ ഓഷ്യാനിക് റോക്ക് ഫോർമേഷനാണ് ഫെരാഗ്ലിയൻ റോക്സ് എന്ന് പറയുന്നത്. വേവ്സ് കൊണ്ടുണ്ടാവുന്ന റോക്ക് ഫോർമേഷനാണ്. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അപ്പം by the age of 16, Jerome was well aware that the portrait looked more like the author of Sunshine and Shade and Ramblers in the Belriers than an agent of the Secret Service. അപ്പം 16-ാമത്തെ വയസ്സിൽ ജെറോം തിരിച്ചറിയണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാവുകയാണ് ആ ചിത്രത്തിലുള്ള തൻ്റെ അച്ഛന് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിലുള്ള ഒരു ഏജൻറ്റിനേക്കാളും എന്താണ് ഓഥർ എന്നുള്ള നിലയിലാണ് കൂടുതൽ എന്താണ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഓഥർ എന്ന നിലയിലാണ് എന്താണ് കൂടുതൽ അവെയർ, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവനക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഒരു ഓഥർ എന്നുള്ള രീതിയിൽ കാണാനാണ് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവനക്ക് തോന്നിയത്. അപ്പോൾ അവന് അച്ഛൻ്റെ എല്ലാ മെമ്മറീസും അവൻ എന്താണ് സ്നേഹിക്കുന്നുണ്ട്, അവൻ തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആൻറ്റി ആണെങ്കിലോ എല്ലാവരുടെ അടുത്തും ഈ ഒരു കാര്യം, ഈ ഒരു പിഗ് വീണിട്ടാണ് അച്ഛൻ മരിച്ചതെന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്, അത് ശരിക്കും അവനെ എന്താണ് പെയിൻ ആണ്, അല്ലെങ്കിൽ അവനത് വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. A shocking accident, she would begin, and the stranger would compose her features into the correct shape for interest and commiseration. Both reactions, of course, were false, but it was terrible for Jerome to see how suddenly, midway in her rambling discourse, the interest would become genuine. I can't think how much things can be allowed in a civilized country, his aunt would say. I suppose one has to regard Italy as civilized. One is prepared for all kinds of things abroad, of course, and my brother was a great traveler. He always carried a water filter with him. It was far less expensive, than buying all those bottles of mineral water. My brother always said that his filter paid for his dinner wine. You can see from that what a careful man he was. But who could possibly have expected when he was walking along the Via Dottor Manuel Pinocchi on his way
to the Hydrographic Museum that a pig would fall on him. That was the moment when the interest became genuine. ആൻറ്റി എല്ലാവരുടെ അടുത്തും ഒരു ഷോക്കിംഗ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യാറ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ആ ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ സ്റ്റോറി കേൾക്കുന്ന ആ ഒരു സ്ട്രേഞ്ചർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സൊക്കെ കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് ഒരു ഇൻട്രസ്റ്റോട് കൂടിയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോട് കൂടിയോ ആണ് എന്താണ് ഈ ഒരു സ്റ്റോറി കേൾക്കാറ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താല്പര്യത്തോട് കൂടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സഹതാപത്തോട് കൂടിയോ ആണ് ഈ ഒരു സ്റ്റോറി കേൾക്കുന്നതായി ഭാവിക്കാറ്. പക്ഷേ ജെറോം പറയുന്നത് എന്താണ്, രണ്ട് റിയാക്ഷൻസും എന്താണ് ഓഫ് കോഴ്സ് വർ ഫാൾസ് ആണെന്നാണ്. അപ്പം ഈ ഒരു ബട്ട് ഇറ്റ് വാസ് ടെറിബിൾ ഫോർ ജെറോം ടു സീ ഹൗ സഡൻലി മിഡ് വേ ഇൻ ഹർ റാംബ്ലിംഗ് ഡിസ്കോഴ്സ് ഇൻട്രസ്റ്റ് വുഡ് ബിക്കം ജെനുവിൻ. അപ്പം ജെറോം പറയുന്നത് എന്താണ്, ഈ ആൻറ്റിയുടെ ഈ ഒരു സംസാരം റാംബ്ലിംഗ് ഡിസ്കോഴ്സ് എന്നാണ് ജെറോം വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ വായിൽ തോന്നിയ എന്തും പറഞ്ഞു പോകുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ. അപ്പം അത് പെട്ടെന്ന് എന്താണ് ചിലപ്പോൾ ജെനുവിനായി മാറാറുണ്ട് എന്നാണ് പറയുന്നത്. കാരണം കുറേ കാര്യങ്ങൾ വായി തോന്നിയതൊക്കെ പറയും, പിന്നെ ഒരു ജെനുവിൻ ടോപ്പിലേക്ക് എൻ്റർ ചെയ്യും അങ്ങനെ. അപ്പം ആൻറ്റി ഒരിക്കൽ പറയുമായിരുന്നു, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഹൗ സച്ച് തിങ്സ് ക്യാൻ ബി അലൗഡ് ഇൻ എ സിവിലൈസ്ഡ് കൺട്രി. ഒരു സിവിലൈസ്ഡ് കൺട്രിയിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലൗഡ് ആവുന്നതെന്ന്. എന്നിട്ട് ആൻറ്റി പറയും, ഐ സപ്പോസ് വൺ ഹാസ് ടു റിഗാർഡ് ഇറ്റലി ആസ് സിവിലൈസ്ഡ്, വൺ ഈസ് പ്രിപ്പയർഡ് ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് അബ്രോഡ്. ഓഫ് കോഴ്സ് ആൻഡ് മൈ ബ്രദർ വാസ് എ ഗ്രേറ്റ് ട്രാവൽ. അല്ല അങ്ങനെ മറ്റുള്ള രാജ്യത്തെക്കുറിച്ചും ഇറ്റലിയെക്കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ബ്രദറിനെ കുറിച്ച് പറയുകയാണ്. ബ്രദർ ഒരു ഗ്രേറ്റ് ട്രാവലർ ആയിരുന്നു. അവന് എപ്പോഴും എന്താണ് വാട്ടർ ഫിൽറ്റർ ക്യാരി ചെയ്യുമായിരുന്നു. അപ്പം ഇതിങ്ങനെ ക്യാരി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഫാർ ലെസ് എക്സ്പെൻസീവ് യു നോ ദാൻ ബൈ ഓൾ ദോസ് ബോട്ടിൽസ് ഓഫ് മിനറൽ വാട്ടർ ഇങ്ങനെ വാങ്ങി നമ്മൾ കുടിക്കുക എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ അത് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും ഇങ്ങനെ വാട്ടർ ഫിൽറ്റർ ക്യാരി ചെയ്യുമ്പോൾ. അപ്പോൾ അതിനാണ് അങ്ങനെ ക്യാരി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം ബ്രദർ പറയുന്നത് ഇങ്ങനെ ഈ ഫിൽറ്റർ ക്യാരി ചെയ്യുമ്പോൾ അത് പിന്നെ നമുക്ക് മിനറൽ വാട്ടറും ഒന്നും വാങ്ങേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ അത് ഡിന്നർ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പേ ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളായിരുന്നു എൻ്റെ ബ്രദർ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ എക്സ്പെൻസൊക്കെ കുറച്ച് എല്ലാം നല്ല ശ്രദ്ധയോടെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എത്രത്തോളം കെയർഫുള്ളാണ് അവനെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷെ ആരാണ് ചിന്തിക്കുക അല്ലെങ്കിൽ ആരാണ് പ്രതീക്ഷിക്കുക അങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ വിയാ ഡോട്ടറോ മാനോക്ലോ പെനോക്കി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തോടു കൂടി നടന്നു പോകുമ്പോൾ ഹൈഡ്രോഗ്രാഫിക് മ്യൂസിയത്തിലേക്ക് പോവുകയായിരുന്നു അവന്. അപ്പോൾ ആ ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരു പിഗ് അവൻ്റെ മേലെ വീഴുമെന്ന് ആരാണ് ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മൾ ആരാണ് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് ഇൻട്രസ്റ്റ് പിന്നെ എന്താണ് ജെനുവിനായി മാറുക. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ആൻറ്റി എന്താണ് ആളുകളടുത്ത് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ ഈ ഒരു മരണം എപ്പോഴും എന്താണ് പറഞ്ഞു കൊടുക്കാറ് അല്ലെങ്കിൽ വിശദീകരിക്കാറ് എന്നാണ് ജെറോം പറയുന്നത്. Okay, let's continue our story in our next class. Thank you all.